അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും ഞങ്ങളുടെ ഫാമിലിയുടെയും വേണ്ട ഈദ് മുബാറക്ക്. അപ്പോൾ തലേദിവസം തൊട്ട് ഞങ്ങൾ മൈലാഞ്ചി ഇടുന്നത് തൊട്ട് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്ത് വെച്ച് അങ്ങനെ ഒരു വ്ളോഗ് ആക്കിയതാണ് കേട്ടോ. ബാബു അഫോന് മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഹൾക്കിൻ്റെ അല്ലെങ്കിൽ സൂപ്പർമാൻ, സ്പൈഡർമാൻ അവരുടെ ഒരു മൈലാഞ്ചി ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ട് ബാബു ഒരെണ്ണം ഒപ്പിക്കണം. പിന്നെ ഞാനും ഉമ്മയും ഷെറിയുടെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഷെറി ഇടുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഫസ്റ്റിലിട്ട് കൊടുത്തിട്ടാണ്. ഞാനും ഉമ്മ ഇട്ടതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് രാവിലെ ഇന്നലെ അമ്മ പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് അമ്മ ഭരണിയിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഇന്ന് രാവിലെ പുട്ടാണ്. നമുക്ക് പെരുന്നാൾക്ക് കൂടുതലും പുട്ട് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കൽ. പിന്നെ ഇന്നലത്തെ നോമ്പിൻ്റെ ഇത്തിരി പത്തിരി ബാക്കിയുണ്ട്. പിന്നെ മുട്ടക്കറി ഉണ്ട്, കടലക്കറി ആണ് നമ്മൾ ഇന്നും പുട്ടിനായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ മുറ്റടിച്ച് വരാനായിട്ട് ഇറങ്ങി. മുറ്റടിച്ച് വരാൻ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഇന്നലെ കത്തിച്ച പൂത്തിരിൻ്റെയും പിന്നെ ചക്രത്തിൻ്റെ ഒക്കെ വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് വീഡിയോ ഇതിലിട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാനിപ്പോൾ ആ വീഡിയോയിലേക്ക് ചെറിയൊരു ബിറ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. മെയിനായിട്ട് അഫുവിന് വേണ്ടിയിട്ടാണോ നമ്മൾ പൂത്തിരിട്ട് വാങ്ങിച്ചത്. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, അവനെന്തൊരു പേടി പോലെ അത് പിടിക്കണം. ഇനി കളറായിട്ടാണോ എന്താണെന്നറിയില്ല. ഒന്നത് ഭയങ്കര ഓട്ടമായിരുന്നു, അമ്മ പിടിക്കാണ്ട് പെരൻ്റെ ചുറ്റും ഓടുമായിരുന്നു. എന്നിട്ട് എന്തോ അത് പറ്റിയിട്ടില്ല, എന്താണെന്നറിയില്ല. നമ്മളെല്ലാവരും നല്ല ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് വരാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, പുട്ട്, മുട്ടക്കറി, കടലക്കറി, പിന്നെ ഇന്നലത്തെ പത്തിരി 2-3 ബാക്കിയുള്ളൂ. അതായത് നമുക്ക് ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതിന് ഷെറി ഇവിടെ ഉച്ചയ്ക്ക് നമ്മൾ ചിക്കൻ ബിരിയാണി വെട്ടാനുണ്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാള അരിഞ്ഞുകൊണ്ടിരിക്കണം. ഉമ്മ അവിടെ നമ്മൾ സേമിയ പായസമാണ് വെട്ടണത്. അപ്പോൾ ഉമ്മ സേമിയ പായസം അവിടെ വെട്ടുന്നുണ്ട് കേട്ടോ. ഏകദേശം സേമിയൊക്കെ സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലും ഇപ്പോൾ ഇന്നെന്തായാലും ചിക്കൻ ബിരിയാണി, ബീഫൊന്നും ആരും വാങ്ങലുണ്ടാവില്ല. കാരണം നമുക്കിന്ന് പള്ളിയിലൊന്ന് ബീഫ് കിട്ടണ കാരണം പിന്നെ എല്ലാവരും ഇന്ന് ചിക്കൻ തന്നെ ആയിരിക്കും ഇന്ന് കൂടുതലും റെസിപ്പീസ് ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ കുറച്ച് സാലഡിനുള്ള ഉച്ചയ്ക്ക് തൈരും ചിക്കൻ ബിരിയാണിക്കുള്ള തൈര് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചോപ്പറിലാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ എല്ലാം ഒരേ അളവിൽ നമുക്ക് ചെറിയ ചെറിയ ഫൈൻ ചോപ്സായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ജസ്റ്റ് എല്ലാം അരിഞ്ഞ് ചോപ്പറിലിടുക, 2 വരി വലിക്കുക, എന്നിട്ട് തൈര് ഒഴിക്കുക, മല്ലിച്ചപ്പിടുക, ഉപ്പിടുക, പിന്നെ എരിവിന് അനുസരിച്ചുള്ള പച്ചമുളക് ഇടാം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ടുള്ള തൈര് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. പായസം സൂപ്പറായിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പിന്നെ നമുക്ക് അത്ര ചൂടിട്ട് കുടിക്കാൻ പറ്റാത്തതുകൊണ്ടും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാത്തതുകൊണ്ടും നമ്മളപ്പോൾ കുടിച്ചില്ല. അപ്പം ഇങ്ങനെ പായസം റെഡിയായി. പിന്നെ അമ്മ ചിക്കൻ ബിരിയാണിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കിയിരുന്നു.
അപ്പോൾ അതിന് ചിക്കൻ വരട്ടാണ്. മസാല നമ്മൾ ഇന്നലെ തന്നെ കൂട്ടി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അരി വെള്ളത്തിലിട്ടിടണം. പിന്നെ ഉള്ളിയും ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞ് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടാണ്. പിന്നെ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തിച്ച് വെള്ളം വെച്ചിട്ടാണ് അരി വേവിക്കാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഷോർട്സ് കട്ട് ചെയ്യാൻ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അപ്പോൾ അതിന് അഫ് എണീറ്റു. അഫിനെ കുളിപ്പിച്ച് അഫിനെ മാറ്റി അങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ അവൻ പള്ളിയിൽ പോകാൻ എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് ബാബു പള്ളിയിലൊക്കെ പോയിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഇതിന് നമ്മൾ വിചാരിച്ച പോലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അഫു ഫോണിന് വേണ്ടി കരഞ്ഞിട്ടും പിന്നെ നമ്മൾ കുളിക്കാനും പിന്നെ അവിടെ തിട്ടും തിരക്കായി. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ മിസ്സായി. അപ്പോൾ ബിരിയാണി ദമ്മ പൊട്ടിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്യാണ് കേട്ടോ. സൂപ്പറായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ആഡ് ഓൺ ചെയ്തതെന്ന് വെച്ചാൽ തൈരുണ്ടായി, ഇഞ്ചിമ്പുളി ഉണ്ടായി, പിന്നെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയിരുന്നുണ്ടോ. അത് പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ അച്ചാർ. പിന്നെ ചമ്മന്തി ഉണ്ടാകുമ്പോൾ അച്ചാറിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അച്ചാർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ ബിരിയാണി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഹാഫ് ഡേ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ബാക്കി എന്തെങ്കിലും വിശേഷങ്ങൾ വരികയാണെങ്കിൽ ഞാനിതിൽ ആഡ് ഓൺ ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും മാറ്റി കുറച്ച് ഫോട്ടോസും കൂടി ഇതിൽ ആഡ് ചെയ്ത് തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോട്ടോ എടുക്കാൻ വിളിച്ചാലേ ഒന്നേരം ഫോട്ടോ എടുക്കാൻ വരില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കോപ്പറേറ്റിൻ്റെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്.